ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ ശാന്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃവിൽ ആശ്രയിച്ച് ഇന്നത്തെ തിരുവചന പഠനത്തിൻ്റെ 50-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 49 ക്ലാസ്സുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഈ ഫെബ്രുവരി മാസം 11-ാം തീയതി നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 50-ാമത്തെ തിരുവചന പഠനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 49 ക്ലാസ്സുകളിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ കൂടിയിരുന്നല്ലോ. തുടർ പഠനത്തിനായി നമ്മളിന്ന് ചിന്തിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ നാം കേന്ദ്രീകരിക്കുന്നത്. 13-ാം അധ്യായം അത് ഇപ്രകാരം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് അവരോട് പൊതുജനങ്ങളോട് യേശു ആരാണെന്ന് വെളിപ്പെടുത്തി. ലോകത്തിന്റെ വെളിച്ചത്തെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയ ശേഷമായി 13-ാം അധ്യായത്തിലേക്ക് ചിന്തയിലേക്ക് വരുമ്പോൾ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദ ഇസ്കറിയാത്തോന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കുക. അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ചൊരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവൻ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, കഷ്ടം സഹിക്കും എന്നൊക്കെയുള്ള സന്ദേശം കർത്താവ് ശിഷ്യന്മാരോട് കൈമാറിയിരുന്നു. എന്നാൽ പെസഹ പെരുന്നാളിന് മുമ്പായി താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്ത് തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കർത്താവ് അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ് നമുക്ക് യേശുവിൻ്റെ അമ്മ മറിയോട് കർത്താവ് പറഞ്ഞു. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. കാരണം കർത്താവ് അറിയാം, തൻ്റെ പ്രവൃത്തി അന്ന് അവിടെ ആരംഭിച്ചു തുടങ്ങിയാൽ അത് വേഗത്തിൽ ആ നാഴികയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ കർത്താവിൻ്റെ നാഴിക വന്നു എന്നുള്ളത് പിതാവ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ച് താൻ മരിക്കണം, മരിച്ചടക്കം ഉയർത്തെഴുന്നേൽക്കണം, താൻ കഷ്ടം അനുഭവിക്കുന്ന നാഴികയാണ് വന്നു എന്ന് യേശു പറഞ്ഞു. അത് പെസഹ പെരുന്നാളിന്റെ ബന്ധത്തിലാണ് സംഭവിക്കുന്നത്. പെസഹയെക്കുറിച്ച് നമുക്കറിയാം, അത് എപ്പോഴാണ് പെസഹ കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത പുറപ്പാട് ദിവസം 12-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി അവർ എങ്ങനെ പെസഹ ആചരിച്ചു എന്നതിനെക്കുറിച്ച് അവിടെ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ വർഷത്തും അവർ ആചരിക്കണമെന്ന് ഒരു ദൈവപുസ്തകം 23-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പെരുന്നാളുകളിലെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. അപ്പോൾ ആ പെസഹ പെരുന്നാള് ഇതിനു മുമ്പ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ബന്ധത്തിലും അതിന് താൻ 30 വയസ്സ് മുമ്പായുള്ള പെസഹ യഹൂദന്മാരുടെ പെസഹ ആചരിച്ചു പോന്നിരുന്നു. എന്നാൽ യേശുവിൻ്റെ നാഴിക വന്നിട്ട് സംഭവിക്കുന്ന പെസഹയാണ് ഇപ്പോൾ ഈ 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളിലൂടെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മത്തായി, മർക്കോസും ലൂക്കോസും ആ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഒന്നിച്ച് ചേർത്ത് എവിടെയാണ് പെസഹ നടത്തിയത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വളരെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ പെസഹയ്ക്ക് 2 ദിവസം മുമ്പ് നമ്മൾ മത്തായി 26-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്, ബേഥാനിയിലെ ശിമോന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ മറിയ
അവൻ്റെ തലയിൽ അഭിഷേകം ചെയ്തതിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമായി അതിൻ്റെ 14-16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ഇന്ന് രാത്രി നാം വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ 26-ാം അധ്യായം, മത്തായി 26-ാം അധ്യായത്തില് നമ്മൾ വായിച്ച ഭാഗത്തിന്റെ തുടർമാണ്. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പെസഹ യുടെ 2 ദിവസങ്ങൾക്ക് മുമ്പ് മഹാപുരോഹിതന്മാരും ജനത്തിന് മൂപ്പന്മാരും കയ്യാപ്പാമരാവുന്ന മണ്ഡപത്തിൽ വന്നുകൂടി യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചുവെങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞിരുന്നു. ഈ 2 ദിവസം, പെസഹയ്ക്ക് 2 ദിവസം മുമ്പാണ് യേശുവിനെ കൊല്ലണം എന്നുള്ള ചിന്ത അവര് ഏറ്റെടുത്തത്. അവർ ആലോചിച്ചു, സ്വർഗം അത് അനുവദിച്ചതായിരുന്നു. ഇതിനു മുമ്പ് പലപ്പോഴും അവര് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അതിന് സാധിച്ചില്ല കർത്താവിന്റെ മേൽ കൈവയ്പ്പാൻ കഴിയും. കാരണം കർത്താവ് അവന്റെ നാഴികയായിട്ടില്ല. എന്നാൽ യേശുവിന്റെ ശുശ്രൂഷയുടെ ആ അന്ത്യഭാഗത്തിലേക്ക് അടുത്തപ്പോൾ നാഴിക വന്ന പെസഹയുടെ ബന്ധത്തിലാണ് മത്തായി 26-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം, അതുപോലെ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് ഈ 4 സുവിശേഷങ്ങളിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന്റെ അന്ത്യ അത്താഴത്തോടുള്ള ബന്ധത്തിൽ അഥവാ പെസഹയോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ 26-ാം അധ്യായം, മത്തായി 26-ാം അധ്യായം ഞാൻ വായിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മനസ്സിലാക്കി തരുന്നത് ഇതിന്റെ ഏകദേശം ഒരു ക്രമീകൃതമായിട്ടുള്ള ചിന്ത പഠനം നമുക്ക് ആവശ്യമാണ്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം വായിച്ചാൽ അത് അവിടെ തുടങ്ങിയിരിക്കുന്നത് കർത്താവ് പെസഹ ആചരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ഉള്ള അത്താഴത്തിലേക്ക് ഇരിക്കുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പെസഹ നടത്തിയത് എങ്ങനെയാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്ന മറ്റ് 3 സുവിശേഷങ്ങൾ പഠിക്കുമ്പോഴാണ്. ഇതിൽ നിന്ന് ഈ 26-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ യേശുവിനെ കൊല്ലുവാൻ വേണ്ടി പെസഹയ്ക്ക് 2 ദിവസം മുമ്പ് അവർ തീരുമാനിച്ചുറച്ചിരുന്നു എന്നുള്ളതാണ് മത്തായി സുവിശേഷം 26-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അന്ന് ആ ദിവസം തന്നെയാണ് കർത്താവ് യേശുവിനെ പരിമള തൈലം കൊണ്ട് ലാസറിന്റെ സഹോദരിയായിരിക്കുന്ന മറിയ അവനെ പരിമള തൈലം തലയിൽ ഒഴിച്ച് അവന്റെ ശവസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ പൂർത്തീകരിച്ചെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. അതിനോടനുബന്ധമായി 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളോട് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് തന്നെ, അഥവാ ഈ പെസഹയ്ക്ക് 2 ദിവസം മുമ്പ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദ 30 വെള്ളിക്കാശ് തൂക്കി വാങ്ങി കയ്യിൽ വെച്ചിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദ ഇസ്കറിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു, നിങ്ങൾ എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവനെ 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. അപ്പോൾ കർത്താവ് പെസഹ ആചരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പെസഹ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഇസ്കറിയോത്ത യൂദ പെസഹയ്ക്ക് 2 ദിവസം മുമ്പ് സെഖര്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്ന പ്രവചനത്തെ നിവർത്തിക്കണം എന്ന വണ്ണം അത് ആ 30 വെള്ളിക്കാശ് താൻ തൂക്കി വാങ്ങിച്ച് താൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടാണ് പിന്നീട് യേശുവിൻ്റെ അടുക്കൽ അവൻ വരുന്നത്, ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നത്. രഹസ്യമായിട്ട് അവൻ അത് പോയി. ഇവരാലോചിച്ചപ്പോൾ തന്നെ ആലോചനയ്ക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടി അപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം അത് നിറവേറപ്പെടുവാൻ വേണ്ടി അത് അങ്ങനെ സംഭവിപ്പാൻ ഇടയായിത്തീരുവാൻ തീർന്നു എന്നാണ് നമുക്കിവിടെ ഈ തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ വള്ളിപുള്ളി തെറ്റിപ്പോകാതെ അത് അതിൻ്റെ സമയത്ത് തന്നെ നിറവേറപ്പെടുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ക്രിസ്തുവേശുവോട് ബന്ധത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നത്, ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം പോലും നടക്കാതെ പോകുകയില്ല. അത് വള്ളിപുള്ളി തെറ്റാതെ നിവർത്തീകരിക്കപ്പെടും. അന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സമയത്ത് നടന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെക്കുറിച്ചും വരുവാനുള്ള കാലത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തിന് മാറ്റമില്ലാത്തതാണ്. അത് അതിൻ്റെ സമയത്ത് തന്നെ നടക്കും. അത് യാതൊരുവിധമായ സംശയവും നമ്മുടെ ഉള്ളിൽ വെക്കരുത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സെഖര്യാവിന്റെ 11-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിലാണ് എത്ര കൂലിയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന മുഖാന്തരമായി
വാങ്ങിക്കേണ്ടിയിരുന്നത് എന്നുള്ളത് പ്രവാചകൻ പണ്ടേ ആത്മാവിൽ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ വിലമതിച്ചവന്റെ വിലയായിരിക്കുന്ന 30 വെള്ളിക്കാശ് അത് അന്ന് അവര് ചിന്തിച്ചതല്ല, മഹാപുരോഹിതന്മാർ ചിന്തിച്ചു വെച്ചതല്ല, അതുപോലെ തന്നെ യൂത അത് ചോദിച്ചതല്ല. എന്നാൽ പ്രവാചകൻ നേരത്തെ യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വചനം പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അങ്ങനെ സംഭവിപ്പാടുന്നത്. 12-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ എന്ന് ഗ്രഹിച്ച് ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് ഒരിക്കൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിലിട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറയും എൻ്റെ കൂലി തരിക എന്ന് പറയുമ്പോൾ അവര് കൂലിയായിട്ട് 30 വെള്ളിക്കാശ് എടുത്ത് തൂക്കിക്കൊടുത്തു. അപ്പൊ 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തപ്പോൾ അത് ദൈവം അരുളി ചെയ്യുകയാണ്, ഈ നിനക്ക് തൂക്കി തന്ന 30 വെള്ളിക്കാശ് അത് അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെയാണ്. ഇതിനർത്ഥം യേശു ദൈവമാണ് എന്നുള്ളത് ഈ പ്രവചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. അപ്പോൾ ക്രിസ്തു യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നുള്ളതിന്റെ വളരെ വ്യക്തതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില. മനോഹരമായൊരു വില എന്ന് പറഞ്ഞാൽ വിശേഷമായൊരു വില. അപ്പോൾ മനുഷ്യപാപത്തിന് വേണ്ടി സ്വന്തം വിലയേറിയ ജീവൻ നൽകുന്ന യേശുവിന് നേരത്തെ സ്വർഗം മനുഷ്യരുടെ കണക്കും പ്രകാരം വിധിച്ചിരുന്ന വില 30 വെള്ളിക്കാശായിരുന്നു. അത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലായതാണ് 30 വെള്ളിക്കാശ് മനോഹരമായൊരു വില എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നെ മതിച്ചിരിക്കുന്ന വില, ഇവിടെ യഹോവയെ അരുളി ചെയ്യുകയാണ്, എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ വില തന്നെ. അപ്പോൾ ഇവിടെ എന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവമായതുകൊണ്ട് സാക്ഷാൽ ദൈവം തന്നെയാണ് മനുഷ്യനായ ലോകത്തിൽ വന്നത്. ആ 30 വെള്ളിക്കാശാണ് ഇവിടെ മഹാപുരോഹിതന്മാർ യൂദയ്ക്ക് കൂലിയായി കൊടുത്തത്. അത് യേശു ക്രിസ്തുവിനെ അവർ മതിച്ച വിലയാൽ 30 വെള്ളിക്കാശ്. അതാണ് ഇവിടെ നമുക്ക് പ്രവചനങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സെഖര്യാ പ്രവചനം 11-ാം അധ്യായം 12-13 വാക്യങ്ങൾ 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു, അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു. അത് കർത്താവിനെ മതിച്ചിരുന്ന അല്ലെങ്കിൽ ദൈവത്തെ വിധിച്ചിരുന്ന മനോഹരമായ വിലയാണ്. മനോഹരമായ പ്രേഷ്യസ് എന്ന് പറഞ്ഞാൽ അവർ അന്ന് വിധിച്ചിരുന്ന വിലയാണ് 30 വെള്ളിക്കാശ്. ആ വില അന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില തന്നെയാണ് ഇവിടെയും ഈ ആ വചനത്തിന് നിവൃത്തികരണമായി നിറവേർപ്പെടുവാൻ എത്തുന്നത്. 26-ാം അധ്യായത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അന്ന് പന്തിരുത്തനായ യൂദ ശ്രീരാത്ത് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്തു തരും, ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവന്റെ 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. അന്ന് മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. അപ്പോൾ ഈ 30 വെള്ളിക്കാശ് വാങ്ങി കയ്യിൽ വെച്ചിട്ടാണ് ഒന്നും അറിയാത്തവനെ പോലെ യൂദ വീണ്ടും യേശുവിന്റെ പിന്നാലെ കൂടിയത്. അപ്പോൾ ഇങ്ങനെ യേശുവിന്റെ പിന്നാലെ കൂടിയെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പോൾ ക്രിസ്തു ഈ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് സ്നേഹിച്ചതുപോലെ അവരെ അവസാനത്തോളം സ്നേഹിച്ചു. ഈ 30 വെള്ളിക്കാശ് വാങ്ങി അവന്റെ കീശയിൽ വെച്ചിട്ടുണ്ടെന്നും അവനത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും യേശു അറിയാമായിരുന്നു. എങ്കിൽ പോലും തന്നെ കാണിച്ചു കൊടുക്കുന്നവനായതുകൊണ്ട് യേശുവിനെ വേർതിരിച്ച് മാറ്റി നിർത്തിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ പിന്നെ അവരെ കണ്ടാൻ മിണ്ടത്തില്ല, അവരെ മാറ്റി നിർത്തും, അവർക്ക് അയിത്തം കൽപ്പിക്കും, അവരെ അടുപ്പിക്കുന്നത് പോലെയില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം ക്ഷമയുടെയും സഹനത്തിന്റെയും സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. അവൻ അവസാനത്തോളം ഒരുപോലെ സ്നേഹിക്കുന്നവനാ. ഇവിടെ ശിഷ്യന്മാരെ വേർതിരിച്ചില്ല, 12 പേരെയും അവസാനത്തോളം ഒരുപോലെ സ്നേഹിച്ചു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞ് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. എന്നാൽ തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചെങ്കിലും തനിക്കുള്ളവൻ അല്ലാത്തതായി തീർന്ന യൂദയ്ക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം സ്വയത്തിന് ചിന്തക്കാരും ഈ ലോകത്തിന് ചിന്തക്കാരും ഇവിടുത്തെ ദ്രവ്യാഗ്രഹികളുമാണെങ്കിൽ യേശുവിനെ നമുക്ക് വേണ്ടതുപോലെ സ്നേഹിപ്പാൻ കഴിയത്തില്ല. അപ്പോൾ കർത്താവ് തനിക്കുള്ളവരെ എല്ലാവരെയും സ്നേഹിച്ചു, ഒരുപോലെ സ്നേഹിച്ചു. തനിക്കുള്ളവർ, എന്നാൽ യേശുവിന് അറിയാമായിരുന്നു എല്ലാവരും തനിക്കുള്ളവരല്ല എന്നും. യേശു എങ്കിൽ പോലും ഒരു വേർതിരിവും കാണാതെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ
യേശു അവരെ സ്നേഹിച്ചു എന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പെസഹയുടെ ദിവസം എങ്ങനെ എവിടെ വെച്ച് നടത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞാൽ ഇത് ഈ അധ്യായം 13 അധ്യായം പറഞ്ഞിരിക്കുന്ന നേരിട്ട് പെസഹയുടെ ശുശ്രൂഷയിലേക്ക് കർത്താവ് കടന്നു വരുന്നതിനെ കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ മത്തായി മർക്കോസും ലൂക്കോസുമാണ് അത് എവിടെ വെച്ച് നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 26 അധ്യായം അതിന്റെ 12 വാക്യത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നതെന്ന് പറയുകയും ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു, പെസഹ ഒരുക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരുടെ കൂടെ പന്തിയിലിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഇന്ന അടുക്കൽ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിന് ആരെടുക്കലാണെന്നുള്ളതിൻ്റെ വ്യക്തത ഇവിടെ 14-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ ഒരുപ്പാൻ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഞങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കിടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുമെന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കിയൊരു വൻമാളിയെ കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ടു, നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കി. ഇപ്പോൾ നിങ്ങൾ ഇന്നടുത്ത് ചെന്ന് ഒരു നഗരത്തിൽ ചെന്നവന്റെ അടുക്കൽ ചെല്ലാൻ പറഞ്ഞപ്പോൾ ആ ഇന്നവന്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ ആരെടുക്കലാണെന്നുള്ളത് കർത്താവ് അവരോട് അടയാളം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ലൂക്കോസ് സുവിശേഷത്തില് 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു അയച്ചത് പത്രോസിനെയും യോഹന്നാനെയും ആയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം അധ്യായം 7 വാക്യങ്ങൾ, പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടെന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന് പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന് ഇപ്പോൾ കർത്താവോട് പറയുകയാണ് പെസഹ ഒരുക്കുവാനായിട്ട്. ശിഷ്യന്മാരോട് ചോദിച്ചു. അപ്പോൾ അതുപോലെ യേശുവോട് പറയുകയാണ്, നിങ്ങൾ പെസഹ ഒരുക്കുവീനെന്ന്. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന്, എവിടെയാണ് ഞങ്ങൾ ഒരുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നഗരത്തിൽ ചെന്ന് എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ നഗരത്തിൽ ആരുടെ അടുക്കലാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുകയും അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിയെ കാണിച്ചരും, അവിടെ ഒരുക്കുവീനെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കി. ഇവര് അവിടെ ചെല്ലുമ്പോൾ ഈ വീട്ടുടയവൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക, വൻമാളിക തയ്യാറാക്കി വെച്ചിരിക്കുക. ഈ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിൽക്കുന്നത് അന്ന് ആ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ വരാനുള്ള ആ യേശുവിന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകാനുള്ള വെള്ളം കൊണ്ടാണ് അവിടെ ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. അതാണ് അടയാളമായി പറഞ്ഞിരുന്നത്. അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. ഈ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് അവനെ ആ വീട്ടുടയവൻ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു. യേശു വരുമ്പോൾ, യേശു ശിഷ്യന്മാരും വരുമ്പോൾ അവിടെ പെസഹ ഒരുക്കണമെന്നുള്ള ആത്മാ നിയോഗം അവനുണ്ടായിരുന്നു. നമുക്കറിയാം, യേശുവിന് വേണ്ടി കഴുതയെ ഒരുക്കി വെച്ച കഴുതക്കുട്ടിയെ കരുതി വെച്ച് വീടുണ്ടായിരുന്നു. പ്രവചനം വായിക്കുമ്പോൾ അത് നിറവേറപ്പെടണം എന്ന് കാത്തിരുന്ന ദൈവത്തിന്റെ ഭക്തന്മാർ അന്നും ഭൂമിയിൽ ജീവിച്ചിരുന്നു. അപ്പോൾ യേശു പെസഹ കഴിക്കുമ്പോൾ അത് എൻ്റെ ഭവനത്തിലായിരിക്കണമെന്നുള്ള കാഴ്ചപ്പാട് ലഭിച്ചവർ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടിയതുള്ള ഉള്ളതെല്ലാം കർത്താവ് നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് യേശുവിന് വേണ്ടിയുള്ള കഴുതയും യേശുവിന് അവസാനമായി അവന്റെ അന്ത്യ അത്താഴം കഴിക്കാനുള്ളതായ വിരിച്ചൊരുക്കി വൻമാളികയും അതുപോലെ യേശുവിനെ ശവസ്കാരം നടത്താനുള്ളതായ കല്ലറിയുമെല്ലാം അതെല്ലാം ഒരുക്കപ്പെട്ടിരുന്നു. അവനെ ശവസ്കാരം നടത്താനുള്ളതായ ആ അഭിഷേകം അല്ലെങ്കിൽ തൈലം അവന്റെ തലമേൽ ഒഴിച്ചിരുന്നു. അതിനെ ശവസ്കാരം സൂക്ഷിക്ക് വേണ്ടി 2 പേരെ കരുതിയിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയോടെ സ്വർഗം അവന് വേണ്ടി കരുതിയിരുന്നു. അപ്പൊ ഇവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഈ മനുഷ്യൻ, അവന്റെ ശുശ്രൂഷ മുഴുവൻ തീർന്നു. അവിടെ വേണ്ടതായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിയ ശേഷമായി ഈ യേശു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകാനുള്ള വെള്ളം ചുമന്നുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അതാണ് അവസാനത്തെ കാര്യം. അത് ചെയ്തു കഴിയുമ്പോൾ ആ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇതാണ്
അടയാളമായിട്ട് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചുമന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ചുമന്നുകൊണ്ട് നിൽക്കുന്ന ആ വെള്ളമാണ് നിങ്ങളുടെ കാല് കഴുകാനുള്ളത് എന്നാണ് കർത്താവർക്ക് വാസ്തവമായും വെളിപ്പെടുത്തി കൊടുത്തത്. എന്നെ ഇന്ന് രാത്രി സവിസ്തരം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വെറുതെ ഒരു മനുഷ്യൻ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നതിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്. അപ്പോൾ ആ വെള്ളം കൊണ്ടുചെന്ന് അത് അത് ഒഴിച്ച് ശിഷ്യന്മാരുടെ കാല് കഴുകാനുള്ളതായ വെള്ളമാണ് ചുമന്നുകൊണ്ട് നിൽക്കുന്നത്. അതാണ് അടയാളമായിട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഉള്ള ഒരു വീട്ടിൽ കടന്നാണ്, ആ വന്മാളികയിലാണ് യേശുവും തൻ്റെ ശിഷ്യന്മാരും പെസഹയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ പെസഹ നടക്കുന്ന സമയത്തിന്റെ പ്രാരംഭ ഭാഗം നമ്മൾ കണ്ടു. എവിടെ ഒരുക്കണം, എന്നാണ് നടത്തുന്നത് എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. പെസഹ പെരുന്നാളിന് ആ അവസാന ദിവസം എടുക്കുമ്പോൾ യേശു എല്ലാവരെയും സ്നേഹിച്ചു. ഈ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടതെന്നുള്ളത് കർത്താവരോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ എല്ലാ വന്മാളിക ഒരുക്കപ്പെട്ടതായി കണ്ടിരിക്കുന്ന ആ വന്മാളികയിൽ ഈ ഒരു കുടം വെള്ളം കൊണ്ടുപോയി ആ വാടുക്കൽ കൊണ്ടുപോയി അവിടെ വെക്കുന്നത് അവിടെ വരുന്നവിടെ കാല് കഴുകി അകത്ത് കയറാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അടുക്കൽ വന്ന് ദൈവത്തിന് അടുക്കൽ പോകുന്നുവെന്ന് യേശു പറഞ്ഞ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ യേശു ആദ്യമായി ചെയ്തത് ഈ കാല് കഴുകി അവര് പ്രവേശിച്ചതാണ്. എങ്കിലും ആ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് താൻ അവിടെ കാല് കഴുകുവാൻ വേണ്ടി കർത്താവ് അവിടെ എഴുന്നേറ്റ് ആ ശുശ്രൂഷ ചെയ്യുന്നതിനെ കുറിച്ചുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമെന്ന് വെച്ചാൽ രണ്ട് ചോദ്യങ്ങളാണ് അന്ന് നിലനിന്നിരുന്നത് അവിടെ ഇടയിൽ. ആരാണ് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ചോദ്യവും, രണ്ട്, ആർ വലിയവൻ, അവരിൽ വലിയവൻ ആരാകുന്നു എന്നുള്ള ചോദ്യവും ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിക്കാൻ പോകുന്നു, തൻ്റെ ശുശ്രൂഷ തികയാൻ പോകുന്നു എന്നുള്ള ചിന്ത വന്നപ്പോൾ അത് രണ്ട് ചോദ്യം അവരുടെ മനസ്സിൽ ഉള്ളതിനെ കുറിച്ച് നമുക്കിവിടെ ഈ തിരുവചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, അവർ ചോദിച്ചത് ആരാണ് യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. രണ്ടാമത്തത് ചോദ്യം ആരായിരിക്കും അവർ വലിയവൻ എന്നുള്ള ചോദ്യമായിരുന്നു. എൻ്റെ 22 അധ്യായത്തിലെ എൻ്റെ 23 വാക്യം, ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കുമെന്ന് അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. 24, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയും തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ ഈ തർക്കമുണ്ടായപ്പോൾ, ഇന്നും തർക്കമുണ്ട്, ആരാ വലുതാകുന്നുള്ള തർക്കമുണ്ട്. ശിഷ്യന്മാരാ 3 വർഷം ഒരുമിച്ച് പഠിച്ചതാ, കഥാന്റെ വചനമൊക്കെ കേട്ടതാ. യേശുവിന് മുമ്പ് പല പ്രാവശ്യം വെളിപ്പെടുത്തി കൊടുത്തു. ശിശുവിനെ വിളിച്ച് അടുക്ക് നിർത്തി കാണിച്ചു കൊടുത്തു. സ്വകാര്യത്തിൽ വലിയവൻ ഇങ്ങനെയുള്ളതായത് പറഞ്ഞു കൊടുത്ത് തന്നെത്താൻ താഴ്ത്തണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കർത്താവ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവരുടെ ഇടയിൽ രണ്ട് ചോദ്യമാണെന്ന് പ്രബലം അവിടെ ആരായിരിക്കും യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത്. രണ്ട്, തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി തർക്കവും അവിടെ ഇടയിലുണ്ടായി. ഒന്ന്, ആരാണ് ഒറ്റുകാരൻ എന്നുള്ള ചോദ്യം. രണ്ട്, ആരാണ് ശ്രേഷ്ഠൻ, എല്ലാവരിലും വലിയവൻ എന്നുള്ള ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളും കർത്താവ് വളരെ വ്യക്തമായി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. രണ്ട് കാര്യവും വെളിപ്പെടുത്തി കൊടുത്തിട്ടാണ് യേശു ആ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ അഥവാ അത് കർത്താവ് വെളിപ്പെടുത്തുന്നതിന് മുമ്പായി ആരാണ് വലിയവൻ എന്നുള്ള തർക്കം അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറാൻ വേണ്ടി ദൃഷ്ടാന്തമായി യേശു കാണിച്ചു കൊടുത്തു. കർത്താവ് പ്രായോഗികമായിട്ട് അവിടെ തിയറിയായിട്ടല്ല, പ്രായോഗികമായിട്ട് അവിടെ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇവരുടെ ഇടയിലുണ്ടായിരുന്ന മനസ്ഥിതി അറിഞ്ഞിട്ട് കർത്താവ് അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ആരാണ് വലിയവൻ എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് ചെയ്തത്, അറിഞ്ഞിട്ട് അത്താഴത്ത് നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, അവിടെ യഹൂദന്മാരുടെ മര്യാദ പ്രകാരമുള്ള കാല് കഴുകാനുള്ള വെള്ളം അവിടെ
ഉണ്ട്. അവർ ചെല്ലുമ്പോൾ കാല് കഴുകിയിട്ടാണ് പ്രവേശിക്കുന്നത്. വിരുന്ന് ഇനി ചെല്ലുമ്പോൾ കാല് കഴുകിയിട്ടാണ് പ്രവേശിക്കേണ്ടത്. എന്നാൽ പരിശുദ്ധനായ ശിമോന്റെ വീട്ടിൽ ചെന്നപ്പം യേശുവിന് വെള്ളം കൊടുത്തില്ല. അപ്പോൾ യേശുവിനെ അവരവിടെ അവഗണിച്ചു. എന്നാൽ ഇവിടെ അങ്ങനെ അവഗണിക്കുന്ന സ്ഥലമല്ല. യേശുവിനെ ശിഷ്യന്മാർക്ക് വേണ്ടി വിരിച്ച് വന്മാളിയെ ഒരുക്കി എല്ലാ വർഷവും കാത്തിരുന്ന ആ വീട്ടുടൻ്റെ വീട്ടിലേക്കാണ് യേശു ശിഷ്യന്മാരെ അയച്ചത്. ഇവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഈ വ്യക്തി കാണിക്കുന്ന കർത്താവ് ചെയ്യാനുള്ള അവസാന ശുശ്രൂഷയുടെ ഭാഗമാണ്. എന്നാൽ കർത്താവ് ആദ്യം ചെയ്ത ശുശ്രൂഷ നമുക്ക് എന്ന് പറഞ്ഞാൽ അടയാളങ്ങൾ ചെയ്തതിന് കർത്താവ് ആദ്യം ചെയ്ത് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ ഈ വെള്ളത്തെ എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ ആ വെള്ളത്തെ കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് തൻ്റെ താഴ്മ വെളിപ്പെടുത്തുകയാണ്. അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി അത് വിവാഹ വീട്ടിലെ പ്രശ്നം പരിഹരിച്ചെങ്കിൽ, ഇവിടെ വെള്ളം കോരിക്കൊണ്ട് വന്ന ഈ വെള്ളത്തെ കർത്താവ് ഉപയോഗിക്കുന്നത് തന്നെത്താൻ താഴ്ത്തിയവനാണെന്നും ഈ ലോകത്തിൽ സ്ഥാന മഹിമകൾക്ക് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി അല്ല യേശു ഇവിടെ വന്നതെന്നും എത്രമാത്രം താഴാമോ അത്രമാത്രം അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തുവാൻ വേണ്ടി യേശു സമർപ്പിച്ച ശുശ്രൂഷയുടെ ഇവിടെ പ്രാരംഭ നടപടിയാണ് സൃഷ്ടിയായവൻ, സൃഷ്ടിതാവാം ദൈവം സൃഷ്ടികളുടെ കാൽ കഴുകി അത് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ കർത്താവ് തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ, പെസഹയുടെ പൂർത്തീകരണത്തിലെത്തുമ്പോൾ തന്നെത്താൻ താഴ്ത്തുവാൻ തുടങ്ങി. അവൻ താഴ്ത്തിയത്, അവൻ ശിഷ്യന്മാരുടെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ആരാകുന്നു എന്നുള്ളത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ശിമോൻ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു ശുശ്രൂഷ യേശു ചെയ്യുമെന്നുള്ളത്. അപ്പോൾ യേശു ഗുരുവും കർത്താവുമാണെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ ആ പന്തിയിലിരിക്കുന്ന 12 പേരുടെയും കാല് കഴുകുവാൻ യാതൊരു മടിയും കൂടാതെ യേശു അവിടുന്ന് എഴുന്നേറ്റ് അരയിൽ തൻ്റെ വസ്ത്രം മൂരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ദാസനായി തീർന്നു. ദാസനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി വിളങ്ങി ദൈവത്തിൻ്റെ ദാസനായി തീർന്ന ദൈവം അന്ന് ആ ഇരിക്കുന്ന 12 പേരുടെയും കാലുകൾ കുനിഞ്ഞ് കഴുകി അവൻ യഥാർത്ഥമായി താഴ്മയുള്ളവനാണെന്നും വിനയമുള്ളവനാണെന്നും പിതാവാം ദൈവമയച്ച അനുസരണത്തിന്റെ കുഞ്ഞാടാകുന്നുവെന്നും വെളിപ്പെടുത്തുവാനിടയാത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അത്രമാത്രം സ്നേഹിക്കുന്നവരോ താഴ്മയുള്ളവരോ ആണോ? അല്ല. നമുക്ക് അത്രമാത്രം താഴുവാൻ കഴിയത്തില്ല. പിന്നെ ചടങ്ങിന് വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെ ഈ കർത്തമേശയ്ക്ക് മുമ്പൊക്കെ കാല് കഴുകുന്ന ഒരു ചടങ്ങൊക്കെ സാധാരണ ഡിസംബർ 24 ചെയ്യാറുണ്ട്. അത് ആത്മാർത്ഥയിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ നല്ല കാര്യമാണ്, അത് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതൊരു ചടങ്ങ് നിവർത്തിക്കുന്ന പോലെയാണെങ്കിൽ അത് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് കാണിച്ചതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ വലിയവനാണെന്നുള്ള ചിന്ത ആരും വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആരും ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, നാം ഒന്നുമല്ല. എന്നാൽ മാനിക്കപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട്, മാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം. എന്നാൽ ഒരിക്കലും അത് തലയ്ക്കകത്ത് കയറരുത്. ഞാൻ എന്തോ വലുതാണെന്നോ, ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്നോ, ഞാനില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള ചിന്തഗതികൾ വരാൻ പാടില്ല. അതാണ് കർത്താവ് ഇവിടെ കാണിച്ചു കൊടുത്തത്. ഇവരാരാണ് വലിയവർ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞ, കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്നും ഒരു സംഭവമല്ല. ഞാനത് വെളിപ്പെടുത്താൻ പോവുകയാണ്. കാരണം നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്ന ഞാൻ നിങ്ങളുടെ പാദം കഴുകി ദൃഷ്ടാന്തം കാണിക്കാൻ പോവുക. അതിനുള്ള നമുക്ക് പിൻപറ്റുവാൻ പറ്റുന്ന ഒരു യഥാർത്ഥമായ മാർഗം ദൈവം നമുക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അവരുടെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നീ ഇപ്പോൾ അറിയുന്നില്ല ഞാൻ ഈ ചെയ്യുന്ന എന്താണെന്നുള്ളത്, എന്നാൽ പിന്നീട് നീ അത് അറിയുമെന്ന് പറഞ്ഞു.
കാല് കഴുകുക എന്നുള്ളതിൻ്റെ അർത്ഥം കർത്താവിനെ ശുദ്ധീകരിക്കുകയാണ്. അവൻ രണ്ട് കാര്യമായി ചെയ്ത്, ഒന്ന്, അവൻ പറയുക മാത്രമല്ല, അവനത് പ്രവൃത്തിയിലൂടെ തൻ്റെ താഴ്മ വെളിപ്പെടുത്തുവാൻ ഇടയാത്തു. രണ്ട്, ഇവരെ ശുദ്ധിയുള്ളവരാക്കുവാൻ വേണ്ടി കർത്താവിടെ കാല് കഴുകുക ചെയ്തു. കർത്താവ് പറഞ്ഞു, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ്. കർത്താവ് പറഞ്ഞു, ഈ പത്രോസ് എപ്പോഴും ഉള്ളതുപോലെ അതിനെ തന്നെ അത് വെളിപ്പെടുത്തുന്നവനാണ്. അവൻ്റെ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ യേശു അടുത്ത് പറയും. നമുക്കറിയാം, കർത്താവിനെ കർത്താവ് കർഷ സഹിക്കും, മരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശുവിനെ കൊണ്ട് ശാസിച്ചു, നീ എനിക്ക് അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തത് അത് അവൻ്റെ സ്നേഹം കൊണ്ട് ചെയ്തതാണ്. സ്നേഹം കൊണ്ട്. ഇവിടെയും യേശുവിനോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും പറയുക, നീ എൻ്റെ കാൽ ഒരു നാളും കഴുകുവാൻ ഞാൻ സമ്മതിക്കില്ല, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവനവൻ്റെ സ്നേഹത്തിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും പറയുക, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ അങ്ങയുടെ കാലാണ് കഴുകേണ്ടത്, എന്നാൽ നീ എൻ്റെ കാൽ കഴുകുന്നുവോ അത് ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാൻ ഞാൻ നിനക്കെന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ മനുഷ്യഭാവത്തെ കഴുകാൻ വേണ്ടി വന്നവനാ. ഇപ്പോൾ ഈ വെള്ളം കൊണ്ടാണ് നിങ്ങളെ ഇവിടെ കാല് കഴുകി ശുദ്ധിയുള്ളവരാക്കുന്നത്, എന്നാൽ എൻ്റെ ചങ്കിലെ ചോര ഊറ്റി നിങ്ങളെ കഴുകും. അതുകൊണ്ട് ഞാൻ നിന്നെ കഴുകിയില്ല എങ്കിൽ നിനക്ക് പങ്കില്ല പത്രോസേ എന്ന് പറഞ്ഞു. ഈ വെള്ളം കൊണ്ട് കഴുകുന്നത് പെസഹ ആചരിക്കാനുള്ള ആ പുറമേയുള്ള ശുദ്ധീകരണമാണ്. ഇപ്പോൾ നീ എന്നെ ഞാൻ ഒരു നാൾ നീ എന്നെ ഒരു നാൾ എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാൻ ഞാൻ നിനക്കെന്നോട് പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല എന്ന് പറയട്ടിടയാത്തുന്നു. രാത്രിയിലും അതേ കർത്താവേ, നീ ഞങ്ങളെ കഴുകാൻ ഞാൻ, ഞങ്ങളുടെ ജീവിതം, കാൽ കാണിക്കുന്ന ജീവിതത്തെ കാണിക്കുന്നത്, ആ ജീവിതത്തെ യേശു കഴുകുന്നില്ല എങ്കിൽ യേശുവോടുകൂടെ നമുക്ക് പങ്കില്ല. അപ്പോൾ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്ന, അവൻ്റെ പുണ്യാക രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇവിടെ നിഴലാൻ നിൽക്കുന്നത്. ആ വെള്ളം അത് ഉപയോഗിക്കുന്നത് കാല് കഴുകാൻ വേണ്ടി, അവരുടെ പുറമെയുള്ള കാല് കഴുകി അവരെ ശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകാൻ ഞാൻ നിനക്കെന്നോട് പങ്കില്ല. അപ്പോൾ ക്രിസ്തുവോട് പങ്കാളിയാകണമെങ്കിൽ യേശുവിന് ആ ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പൊ അതിൻ്റെ അർത്ഥം നമുക്ക് അറിയാം. അവൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപം കഴുകുന്നു. നമ്മുടെ പാപം എത്ര കടിഞ്ഞൂപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ കഴുകൽ പ്രാപിപ്പാനിടയാത്തിൽ. അതാണ് ആ കഴുകൽ, ക്രിസ്തുവിൻ്റെ കഴുകൽ. ക്രിസ്തുവിൽ നമ്മളെ വിശദീകരിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ അവൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ ശുദ്ധീകരിച്ചത്. അപ്പം അതിൻ്റെ നിഴലായി തന്നെയാണ് ഇവിടെ കാണുന്നത്. കഥ പറഞ്ഞു, ഇവിടെ വെള്ളം കൊണ്ട് ഞാനിപ്പോൾ കാല് കഴുകി നിങ്ങളെ ഇതിലിരുത്തുന്നത് ഇപ്പോഴത്തെ ഈ ശുശ്രൂഷയുടെ ബന്ധത്തിലാണ്, എന്നാൽ ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. ഇവന് മനസ്സിലായി. അപ്പോൾ പത്രോസിന് മനസ്സിലായി, യേശുവോട് പങ്ക് വേണമെങ്കിൽ യേശു കഴുകണം. അപ്പൊ പറഞ്ഞു, എൻ്റെ കാല് മാത്രം കഴുകിയാൽ പോരാ, എൻ്റെ കൈയും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ നമുക്കും ഇതാവശ്യമാണ്. കർത്താവേ, എൻ്റെ ജീവിതം, എൻ്റെ കാലുകൾ, അതുപോലെ തന്നെ എൻ്റെ കൈയും തലയും കൂടി കഴുകണമേ എന്നുള്ള, അതായത് എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ജീവിതം മുഴുവനും അങ്ങ് കഴുകണമേ എന്ന് പത്രോസ് പറയുകയാണ്. കർത്താവ് പറഞ്ഞു, യേശുവിനോട് കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എല്ലാവരും അല്ലാതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കേണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറയുന്നത്.
ഇവിടെ ദൃഷ്ടാന്തമായി യേശു കാണിച്ചത് കർത്താവ് തന്നെ ആ ശുശ്രൂഷ ചെയ്ത് അവർക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്തു. അവൻ താഴ്മയുള്ളവരാണ്, സൃഷ്ടിയുടെ കാല് കഴുകി അവൻ വെളിപ്പെടുത്തി. അത് തന്നെയല്ല, അതിനോടനുബന്ധമായി കർത്താവ് പറഞ്ഞത് നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നാൽ കുളിച്ചിരിക്കുന്നവന് കാലില്ലാതെ കഴിവാൻ ആവശ്യമില്ല. ഇത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തു മുഖാന്തരമുള്ള ആ ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. അല്ലെങ്കിൽ പത്രോസിന് അത് അവിടെ ചോദിച്ചുകൊണ്ട് കർത്താവ് അത് പറഞ്ഞുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന അന്ന് നമ്മുടെ സകല പാപത്തെയും കർത്താവ് ക്ഷമിക്കുകയാണ്. നാം സ്നാനപ്പെടുന്ന കുളി എന്നുള്ളത് ജഡത്തിന്റെ അഴുക്കുകളെ എന്നായിട്ടുള്ളതല്ല, നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ് സ്നാനം, കുളി എന്ന് പറയുന്നത്. ഇപ്പൊ ജഡത്തിന്റെ അഴുക്കുകളെ എന്നതല്ല, സ്നാനം എന്നുള്ളത് നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് സ്നാനമെന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ യേശു കർത്താവിനെ സ്വന്തം ഇഷ്ടമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാപമെല്ലാം ക്ഷമിക്കും. നമ്മുടെ പാപം കടിഞ്ഞു പാരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. നമ്മുടെ പാപങ്ങളെ തൻ്റെ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു വിശ്വസിക്കുമ്പോൾ, രക്ഷകനായ ക്രിസ്തുവിൽ നാം വിശ്വാസത്തോടെ നാം ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു വ്യക്തി കുളിയാകുന്ന സ്നാനത്തിലേക്ക്, അഥവാ മൊഴികൾ സ്നാന വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ പുതിയൊരു സൃഷ്ടിയായി തീരുകയും കുളിക്കപ്പെട്ടവനായി, അല്ലെങ്കിൽ അന്ന് വരെയുള്ള പാപം മാറി ഒരു പുതിയ ജനനമായി, ഒരു പുതിയ ശിശുവായി, ആത്മീയ ശിശുവായി ജനിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കും നമ്മുടെ കുറവുകൾ വരുമ്പോൾ അത് നമ്മുടെ ജീവിതമാകുന്ന കാലുകൾ കഴുകണം. അതാണ് കർത്താവിടെ കാണിച്ച മാതൃക. രാത്രി എന്താണ് കാലുകൾ കഴുകിയെന്ന് പറഞ്ഞാൽ, കർത്താവ് നിങ്ങൾ കുളിച്ചിരിക്കുന്നവർ, നിങ്ങൾ സ്നാനപ്പെട്ടവരാ, യേശു സ്നാനമേറ്റ അതേ സ്നാനമേറ്റവരാ, അഥവാ നിങ്ങൾ ശുദ്ധിയുള്ളവരാ, നിങ്ങൾ നല്ല മനസ്സാക്ഷിയുള്ളവരാ. ആ മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണം. ആ നല്ലൊരു മനസ്സാക്ഷി ഉടമയായി തീർന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ കഴുകുവാൻ എന്നോട് പറഞ്ഞാൽ ഞാനത് കഴുകിത്തരും, എന്നോട് അപേക്ഷിച്ചാൽ കഴുകിത്തരും. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ സ്നാനപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിനെ സന്തോഷമായി സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയണം. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടുള്ള ശുദ്ധീകരണം ആവശ്യമാണ്. അവന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളെങ്കിൽ മാത്രമേ നമുക്ക് പങ്കാളിയും ആയിത്തീരാൻ കഴിയത്തുള്ളൂ. ദൈവരാജ്യത്തോടും ദൈവത്തോടും പങ്കാളിയായി തീരണമെങ്കിൽ ക്രിസ്തുയേശു മുഖാന്തരമുള്ള ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോൾ കുഞ്ഞാടിന്റെ രക്തത്താൽ, വചനത്താൽ, ആത്മാവിനാൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. അവന്റെ ജീവനാൽ നമ്മളെ ശുദ്ധീകരിച്ചു. വചനം നമ്മുടെ ഉള്ളിൽ വന്നു. യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്താൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നമ്മളെ വീണ്ടും ജനനത്തിലാക്കുവാൻ എത്തുന്നു. പിന്നെ ദൈനംദിന ജീവിതത്തിൽ കർത്താവുമായി മേശയുള്ള ബന്ധത്തിൽ അടുത്ത് വരണമെങ്കിൽ, കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിൽ അടുത്ത് വരണമെങ്കിൽ നമ്മൾ എന്നും പോയി സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിൽ ഇങ്ങനെ പത്രോസ് പറഞ്ഞതുപോലെ എൻ്റെ കയ്യും തലയും കൂടി കഴുകണമേ, കാല് മാത്രമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ കർത്തമേശയുടെ മുമ്പിലും നാം എന്നും സ്നാനപ്പെടണമായിരുന്നു. എന്നാൽ ഇന്നും പാരമ്പര്യത്തിലെ ചടങ്ങുകളിൽ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കുളിയും സ്നാനവും ഒക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരായിരിക്കും നമുക്ക് ഒരിക്കലാണ് സ്നാനം തന്നിരിക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യമാണ് സ്നാനം. നാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് സ്നാനപ്പെട്ടാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശുദ്ധിയുള്ളതായിത്തീർന്നു, നിങ്ങളുടെ അന്ന് വരെയുള്ള പാപം ക്ഷമിക്കപ്പെട്ടു. പിന്നീട് നമ്മുടെ അനുദിന ജീവിതത്തിൽ വരുന്ന കുറവുകളെ കഴുകി യേശു അവൻ്റെ കൂടെ പന്തിക്കിരിക്കാനുള്ള യോഗ്യരാക്കി തീർക്കുകയാണ് അവിടെ ചെയ്തത്. അത് ചെയ്യുമ്പോൾ ഈ പറയുന്ന യൂദയും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ മനസ്സാക്ഷി വേറെയായിരുന്നു. കഥ പറഞ്ഞത്, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലാതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നതിനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവർ അല്ല എന്ന് പറഞ്ഞത്. കൃതത്തിൽ അവനെ കാണിച്ചു കൊടുക്കുക. അപ്പം യേശു പറഞ്ഞു, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നാൽ എല്ലാവരുമല്ല. അതെ, കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ യേശുവിനെ അറിയാം ആരൊക്കെയാണ് ശുദ്ധിയുള്ളവർ എന്നുള്ളത്. നമ്മളെ കർത്തമേശ നടത്തുന്ന സമയത്ത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ എല്ലാവരെയും വീണ്ടും സ്നാനപ്പെടുത്തിയല്ല ചെയ്യുന്നത്. അത് ആ കഴുകൽ കാലുകൊണ്ട്, നമ്മുടെ വെള്ളം കൊണ്ട് കഴുകുന്ന ശുശ്രൂഷ അവിടെ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ വചനമാകുന്ന വെള്ളം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ചാണ്
കർത്താവിൻ്റെ മേശയിലേക്ക് നാം അടുത്ത് ചെല്ലാറുള്ളത്. അപ്പോൾ വചനം എന്ന ആ ജലസ്നാനത്താൽ നമ്മളെ കഴുകി വെടിപ്പാക്കി. ഇപ്പൊ ക്രിസ്തു കൈ വെള്ളമെടുത്തപ്പോൾ വചനമായിരുന്നു. അവനവരെ വെടിപ്പാക്കി അവരെ ശുദ്ധീകരിച്ച് അവനോട് പന്തിയിൽ ഇരുത്താനായിട്ട് ആഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞത്, അങ്ങനെ പന്തിയിലിരിക്കുന്നവർ അവനോടുകൂടെ നെത്തിൽ പന്തിയിരിക്കാനുള്ളവരാ. അപ്പോൾ കർത്താവ് അന്ന് അവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ കൊണ്ട് തീരാനുള്ള ഒരു ശുശ്രൂഷ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കൂടെ നിന്നാലും ഞാൻ നിങ്ങളെ ശുദ്ധീകരിച്ചാലും അത് ശുദ്ധിയല്ലാത്തവനാണെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതും കർത്താവോട് വെളിപ്പെടുത്തോട്ടടിയായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിനറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. കർത്താവ് ആരെയും വേർതിരിച്ച് മാറ്റി നിർത്തുന്നില്ല. കർത്താവോടെ സ്നേഹിക്കുന്നവരെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. മടങ്ങിയുള്ള സമയവും കർത്താവ് കൊടുക്കുന്നുണ്ട്. കർത്താവ് അത്രയും സ്നേഹിച്ചിട്ടും 30 വെള്ളിക്കാശ് കൊണ്ടുവന്ന് അവൻ സൂക്ഷിച്ച് വെച്ചിട്ട് ഇവിടെ വന്ന് ഒന്നും അറിയാത്തതിനെ പോലെ ഇരിക്കുമ്പോഴും യേശു അവൻ്റെ കാല് കഴുകുവാനിടയായി തീർന്നു. യേശു അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവൻ്റെ മനസാക്ഷിക്ക് മാറ്റം വന്നില്ല. കാരണം അവനെ സാത്താൻ്റെ അധീനതയിൽ അവൻ ആകുപോകാനിടയായി തീർന്നു. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരിക്കൽ സാത്താനിക പിടിയിലേക്ക് ആയിത്തീർന്നു കഴിഞ്ഞാൽ അവർക്കതിൽ നിന്ന് പിന്നെ മോചനം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം എപ്പോഴും ദൈവവചനമാകുന്ന വചനത്താൽ നമ്മുടെ കാലുകൾ കഴുകി ക്രിസ്തുമായുള്ള പങ്കാളിത്തം ഉറപ്പാക്കിക്കൊള്ളണമെന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എത്ര വചനം കേട്ടാലും എത്ര പ്രസംഗം കേട്ടാലും എന്തെല്ലാം കാര്യങ്ങൾ കണ്ടാലും ഇങ്ങനെ ദുഷ്ടന്റെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കാനൊക്കെ കഴിയും. പക്ഷേ ഒരു ദിവസം കഥ പറയും, നിനക്ക് എന്നോട് പങ്കുമോകയും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയവനോടെ തരും. ഇവിടെ തുറന്നു കാണുന്നത്, അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നു. എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കഥ തുറന്നു പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവും ഗുരുവെന്ന് പറയുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് യാതൊരു തെറ്റുമായ കാര്യമല്ല. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകണം. കർത്താവ് പറഞ്ഞു, ഞാനത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു തരിക. നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. കർത്താവ് പറഞ്ഞത് ക്ഷമിക്കേണ്ടതാകുന്നു. അതെ, തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. വലിയവരാണെന്നുള്ള ചിന്ത വയ്ക്കാതെ ഇതുപോലെ താഴ്ന്നു വരണം എന്നാണ് കഥ അവിടെ കാണിച്ചത്. തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ജാതി സന്ദേശം കേൾക്കുമ്പോൾ നാം വലിയ തലക്കനമുള്ളവരായി നമ്മൾ ഒരിക്കലും ദൈവസഭയെ കാണാൻ പാടില്ല. വലിയ ആളാണെന്നുള്ള ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ കൂടുതൽ പൈസ കൊടുക്കുന്നതായിരിക്കാം, ശുശ്രൂഷ ഉണ്ടായിരിക്കാം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ വേണമെങ്കിൽ ചെയ്യുന്നതായിരിക്കാം. എന്തെല്ലാം ചെയ്താലും അതൊന്നും നമ്മുടെ തലയ്ക്കകത്ത് കയറി പിടിക്കാൻ പാടില്ല. യേശു കർത്താവ് മരിച്ച ലാസറിനെ 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ എഴുന്നേൽപ്പിച്ചവനാ. എന്തെല്ലാം അടയാളം ചെയ്ത് അത്ഭുതം ചെയ്തതാ, എന്തെല്ലാം ശുശ്രൂഷ ചെയ്തതാ. അതെ, അവൻ്റെ ആ ശബ്ദത്തിൻ്റെ വില എത്ര വലുതാണ്. മരിച്ചുപോയനെ വിളിച്ചു വരുത്തി എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാ. പക്ഷേ അവൻ യാതൊരുമായ ഒന്നും സ്ഥാനമഹിമ കാണിക്കാതെ തന്നെ താൻ വിനയപ്പെടുത്തി കാണിച്ചു കൊടുത്തു. ദൈവസഭ എങ്ങനെയായിരിക്കണം, ദൈവമക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് കർത്താവ് കാണിച്ചു കൊടുപ്പാണ്ടിടയാത്തുന്നു. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷിക്കിരിക്കുന്നവരാണോ വലിയവർ, അതോ ഭക്ഷണത്തിരിക്കുന്നവനാണോ വിളമ്പുന്നവനാണോ എന്നുള്ളത്. ഇന്ന് അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ മാറി ഇപ്പോൾ ഒറ്റയൊരുത്തിനെ പോലും ഇരുത്താതിരിക്കാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? ഇന്നത്തെ എല്ലാം ബുഫയൊക്കെ വന്നപ്പോഴത്തെ ആരും ഇരുത്തി ആഹാരം കൊടുക്കത്തില്ല, നിന്ന് കഴിച്ചോളാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം ഇരുത്തി കഴിഞ്ഞ് സെർവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അവിടെ നിന്ന് കഴിച്ചോളാനാണ് പറയുന്നത്. കർത്താവ് കാണിച്ച മാതൃക പലരും ദൂരെ അകറ്റിക്കളയുക. ജാതികൾ ചെയ്തോട്ട്, പക്ഷെ ദൈവമക്കളുടെ ഒറ്റ വിഭാഗത്തിന് പോലും അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തെന്നാണ് ഞാൻ പറയുകയും പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത്. കർത്താവ് പന്തി ആഹാരങ്ങൾ ഇരുത്തി വിളിച്ചു വരുത്തുന്നവരെല്ലാവരും മാന്യരാണ്, അതിഥികളാണ്. അവരൊരിക്കലും നിന്ന് കഴിക്കേണ്ടവരല്ല, പന്തിയിലിരിക്കേണ്ടവരാണ്. കർത്താവ് നമ്മളെ പന്തിയിലിരുത്താണ് വിളിക്കുന്നത്. കർത്താവ് പറഞ്ഞ പന്തിയിൽ നിന്ന് കഴിക്കുമെന്ന് പറഞ്ഞത്, പന്തിയിലിരുത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് കൂടുതൽ ഭയങ്കര മോഡേണിസം വന്ന് യേശു പഠിപ്പിച്ചതൊക്കെ മാറി
മാറ്റിയെന്ന് കാരണം താഴാൻ കഴിയത്തില്ല, വിനയപ്പെടാൻ കഴിയത്തില്ല. വേണേ വന്ന് കഴിച്ചിട്ട് പൊക്കോ എന്നുള്ള നിലവാരത്തിലേക്കായിപ്പോയി. അങ്ങനെയല്ല നാം ചെയ്യേണ്ടത്. വിളിച്ചു വരുന്ന അതിഥികളാണ്, അവരെ ആദരിക്കണം. അവർ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകട്ടെന്നല്ല വിചാരിക്കേണ്ടത്. അവർക്ക് വിളമ്പി കൊടുക്കേണ്ടതുപോലെ വിളമ്പി കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പന്തയിൽ ഇരിക്കുന്നവനാണോ അതോ വിളമ്പുന്നവനാണോ വലിയവൻ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വിളമ്പുന്നവൻ ദാസനായിരിക്കുന്നവൻ അത് മാന്യനാണ്. അപ്പൊ ആ ഒരു നിലവാരത്തിൽ യേശു എഴുന്നേറ്റ്, യേശു വലിയവൻ ആയിരുന്ന കർത്താവ്, ഗുരുവും കർത്താവുമായ കർത്താവ് എഴുന്നേറ്റ് സൃഷ്ടിയുടെ കാൽ കഴിയിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ദൃഷ്ടാന്തമായി കാണിച്ചു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതെ, നമ്മളത് ഓർക്കുകയെങ്കിലും ചെയ്യണം. നമ്മുടെ ഇടയിൽ ദരിദ്രന്മാരായിട്ടുള്ളവർ, ബലഹീനരായിട്ടുള്ളവർ, പ്രായമുള്ളവർ, ബുദ്ധിമുട്ടുള്ളവരൊക്കെ വരുമ്പോൾ അവരെ നാം ശുശ്രൂഷിക്കണം, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. ദിവസങ്ങളിൽ ഈ ഒരു മനോഭാവം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ തലമുറകളിലും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും എന്നിലില്ലാതെ പോകുന്നതാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് അത്രമാത്രം കർത്താവ് കാണിച്ചതുപോലെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, യേശു ജീവിച്ചതുപോലെയോ അവൻ കാണിച്ച ദൃഷ്ടാന്തം പോലെയോ എനിക്കാകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ആഗ്രഹം തോന്നും, കർത്താവേ, അങ്ങനെപ്പോലെ എനിക്കാകുവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ കൃപ തന്നാൽ മാത്രമേ അതിന് കഴിയത്തുള്ളൂ എന്ന് നാം ദിവസങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അല്ലാതെ നാം ആരും തന്നെ തികവായിട്ടില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇങ്ങനെ ഇത്രമാത്രം താഴുവാൻ കഴിയുമോ? ഇത്രമാത്രം നമുക്ക് താഴ്ന്ന മാതൃക കാണിക്കാൻ കഴിയുമോ? പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പറയും ഉനില്ലാത്തതുകൊണ്ടാണ് പറയും. ഉള്ള ആൾ ചെയ്തു കഴിഞ്ഞാൽ ബഹുമാനം കിട്ടും. ഞാൻ ഇവിടെ ഇല്ലാത്ത ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആരും അത് അംഗീകരിക്കത്തില്ല. യേശു അത് ചെയ്തുകൊണ്ട് മനസ്സിലായി വിലയുള്ളവരാണ്. അപ്പം പറയും, വിലയുള്ളയാൾ താഴ്ന്നു വന്നാൽ അത് മനസ്സിലാകും അത് താഴ്മയാണെന്ന്. വിലയില്ലാത്ത ഒരാൾ ഇനി കാലുകൊണ്ട് വെള്ളം കഴുകി വെള്ളം കൊടുത്താൽ പോലും അവരെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഈ വചനം വായിക്കുമ്പോൾ, ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ഥാന മഹിമകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, വിനയമുള്ളവരായി തീരുവാൻ, അത് പുറമേയുള്ള ഒരു അഭിനയമായി തീരാതെ യാഥാർത്ഥ്യമായി തീരുവാൻ, ഹൃദയത്തിൻ്റെ അകത്തുനിന്നുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ കർത്താവ് അഭിനയിക്കുകയല്ല ചെയ്തത്. കർത്താവ് ഇവിടെ യഥാർത്ഥത്തിൽ ജീവിച്ച് അവരെ കാണിച്ചു കൊടുത്തു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല യേശു ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യുമെന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതും നമുക്കത് കർത്തമേശയുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. കർത്താവ് പറഞ്ഞു, കഴിയേണ്ടതാകുന്നു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്തുകൊണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർന്നു. പറഞ്ഞു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. പറഞ്ഞാൽ കഥ പറഞ്ഞത് ദാസൻ യജമാനേക്കാൾ വലിയവനല്ല. ഇവിടെ ദാസന്മാരായിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുക, യജമാനേക്കാൾ വലിയന്മാരല്ല നിങ്ങൾ. നിങ്ങളുടെ ചോദ്യമുണ്ടല്ലോ, ആരാണ് വലിയവനെന്നുള്ളത്. എന്നാൽ പിതാവാം ദൈവം അയച്ചിരിക്കുന്ന ഞാൻ ദാസനായിട്ട് ലോകത്തിൽ വന്നു. ഞാൻ എൻ്റെ പിതാവിനേക്കാൾ വലിയവനല്ല. അതുകൊണ്ട് ഞാൻ ദൃഷ്ടാന്തം കാണിച്ചു തന്നിരിക്കുകയാണ്. പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവിൻ്റെ ദാസനായിട്ടാണ് ലോകത്തിൽ വന്നത്, ദാസ്യ വേഷത്തിലാണ് വന്നത്. അപ്പോൾ യജമാനായിരിക്കുന്ന എൻ്റെ പിതാവ് എന്നെ ഈ ദാസ്യ വേഷത്തിൽ ഭൂമിയിൽ അയച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നെ യജമാനെന്നും ഗുരുവെന്നും കർത്താവെന്നും പറയുന്നു. എന്നാൽ എന്നെ അയച്ച പിതാവിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയുകയാണ്. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിഞ്ഞു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. നിങ്ങളെല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല,
അതുപോലെ ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനല്ല. കഥ പറഞ്ഞത് നിങ്ങളെ ഇനി ഞാൻ അയക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ ശുശ്രൂഷ ലോകത്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത് മറന്നു കളയരുത്, അതൊരിക്കലും മറന്നു കളയരുത്. അപ്പോൾ യജമാനേക്കാൾ വലിയവരല്ല നിങ്ങൾ. അപ്പോൾ ദൈവത്തെക്കാൾ, സ്വർഗത്തെക്കാൾ, ദൈവവചനത്തെക്കാൾ വലിയവരല്ല ശുശ്രൂഷക്കാർ. അതുകൊണ്ട് ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ചിലരുടെയൊക്കെ വിചാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് അവരുടേതാണെന്നുള്ള ധാരണയൊക്കെയ. മറ്റുള്ളവർക്കൊക്കെ ഒക്കെ അടിച്ചമർത്തി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ല. ദൈവം എന്തെങ്കിലും കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ദാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നവനേക്കാൾ വലുതല്ല തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് സകല മഹത്വം കൊടുക്കേണ്ടത്. ഇവിടെ യേശു അത് വെളിപ്പെടുത്തി പറഞ്ഞു, യജമാനേക്കാൾ വലിയവനല്ല ദാസൻ. നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ യജമാനായിരിക്കുന്ന, ഗുരുവായിരിക്കുന്ന കർത്താവിനേക്കാൾ നാം വലിയവരല്ല, ചെറിയവനാണ്. അത് യേശു നമുക്ക് കാണിച്ചിരിക്കുന്ന മാതൃക പ്രകാരമാണെങ്കിൽ നാം എത്രമാത്രം താഴണം എന്നുള്ളതിന് ഇനി ഇതിൽ പരമൊരു തെളിവ് കർത്താവ് കാണിച്ചിട്ടില്ല, കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിന് തെളിവ് വന്നിരിക്കുന്നു. ക്രിസ്ത്യാനായിരിക്കുന്ന ഞാനും നിങ്ങളും ദിവസങ്ങളിൽ എത്രമാത്രം താഴണം എന്നുള്ളത് യജമാനായിരിക്കുന്ന യേശുവിനെ നോക്കിയാൽ മതി. യജമാനായിരിക്കുന്ന യേശു ഇത്രമാത്രം താഴ്ന്ന് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴിയുമെങ്കിൽ ഞാനും നിങ്ങളും യജമാനേക്കാൾ വലിയവനല്ല, യജമാനേക്കാൾ ചെറിയവരാ. ഇത് പത്രോസിനും യോഹന്നാനും മറ്റു ശിഷ്യന്മാർക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അതെപ്പോഴും ഒരു കാത്തു സൂക്ഷിപ്പാൻ ഇടയാത്തത്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾക്ക് പിന്നത്തിൽ മനസ്സാകുമെന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞ് ഞാൻ ചെയ്ത പോലെ ചെയ്താൽ, ജീവിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങൾ ഉയർത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഞാൻ ഇവിടുന്ന് ഉയർത്തപ്പെടാൻ പോവുക. തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മണ്ണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു, അവനെ പിതാവാം ദൈവം തന്നെത്താൻ താഴ്ത്തിയവനെ ഉയർത്തി ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥാനം കൊടുക്കുവാനേ തന്നു. ഇന്ന് രാത്രിയിലും സന്ദേശം കേൾക്കുമ്പോൾ നാമും യേശുവിനെ പോലെ ഉയർത്തപ്പെടാനുള്ളവരാ. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് വിനയപ്പെടാം, താഴ്മയോടെ ആയിരിക്കാം, തന്നെത്താൻ താഴ്ത്തി കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിനയത്തോടെ നമുക്കായിരിക്കാൻ ആ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മൾ വരുവാൻ വേണ്ടി നമുക്ക് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. നാം പലതിലും തെറ്റിപ്പോകുന്നുണ്ട്. പലപ്പോഴും നമുക്ക് അത്രയും വിനയപ്പെടാൻ കഴിയുന്നില്ല. നമ്മുടെ സംസാര ശൈലിയും നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയം, എന്നെക്കുറിച്ച് ഞാൻ പറയുന്ന കേട്ടോ, എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. എനിക്കത്ര വിനയപ്പെടുവാനോ സൗമ്യനാകുവാനോ യേശു കാണിച്ച മാതൃക പോലെ ജീവിപ്പാനോ കഴിയുന്നില്ല എന്നുള്ളത് രാത്രിയിൽ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, നിന്റെ വചനപ്രകാരം ജീവിപ്പാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, എന്നാൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ എല്ലാവരെ കുറിച്ച് ഞാനത് പറയുന്നില്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എല്ലാവരെയും കുറിച്ചല്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം അറിയുന്നു, അവരോടാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നവരോടെ ദൈവം സംസാരിക്കുകയുള്ളൂ. 12 പേര് അവിടെ ഇരുന്നതിൽ എല്ലാവരോടും സംസാരിച്ചതിനർത്ഥം യൂദയിലെ തൊണ്ട് അവൻ്റെ മനസ്സാക്ഷി കറ പിടിച്ചതാ, അത് കഠിനപ്പെട്ടതാ, മാറ്റമില്ലാത്തതാ. യേശു എന്ത് ചെയ്താലും അതിനകത്തുനിന്ന് അവന് യാതൊരു മാനസാന്തരം ഉണ്ടാകാത്ത വിധത്തിൽ അവൻ്റെ കഠിനകൃതയിനായി തീർന്നു. എൻ്റെ കഥ പറഞ്ഞു ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു. പറഞ്ഞു ഇത് സംഭവിക്കാൻ പോകുകയാണ്. വചനം ഓരോന്നും അതിൻ്റെ നിവൃത്തിയെണ്ണത്തിലേക്ക് സംഭവിക്കാൻ പോകുകയാണ്. യേശു ഈ തിരഞ്ഞെടുത്ത് അറിയുന്നെന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കപ്പെടാത്ത എന്ന് പറഞ്ഞാൽ യേശു 12 ശിഷ്യന്മാർ തിരഞ്ഞെടുത്തെങ്കിലും അവസാനം അവൻ അപ്പോസ്തലൻ തള്ളപ്പെടുവാടെ തീർന്നു. പങ്കുമോകയുമില്ലാതെ തള്ളപ്പെടുവാടെ തീർന്നു. കാരണം അവൻ്റെ ജീവിതത്തിലെ ദ്രവ്യാഗ്രഹമായിരുന്നു. അത് അങ്ങനെ ഒരാൾ വേണം എന്നുള്ളത് ശരിയായിരുന്നു. പക്ഷേ യൂദയ്ക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവന് സമയം കിട്ടിയപ്പോൾ, സന്ദർഭം കിട്ടിയപ്പോഴും വിനയപ്പെട്ടില്ല. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവൻ നന്നായിരുന്നുവെന്ന് യേശു ഒരാട്ടടിയാത്തുന്നത്.
ഒന്നാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യമാണ് ഇവിടെ യേശു ഉദ്ധരിച്ചത്. 41-ാം സങ്കീർത്തനം പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് യേശു അവിടെ സംസാരിക്കുകയാണ്. 41-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യമാണ് ഇവിടെ കർത്താവ് സംസാരിച്ചത്. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വചനം ഞാൻ വിശ്വസിച്ച എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനം ദാവീദ് എഴുതിയപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നു, യേശു എല്ലാവരെയും വിശ്വസിച്ചിരുന്നു. എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, അവസാനത്തോളം അവൻ അവരെ സ്നേഹിച്ചു. ഒരു വേർഗൃത്യം കാണിക്കാതെ. ഈ സങ്കീർത്തനത്തിന്റെ പൂർത്തീകരണമാണ് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ചാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ലോകത്തിലുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചെന്ന്. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ വിശ്വസിച്ചനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വചനം നിവർത്തിയിരിക്കപ്പെടേണ്ടതാണ്. അപ്പം ആ വചനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് യേശു ഈ ശുശ്രൂഷ ചെയ്ത് കാണിച്ചത്. അവസാനത്തോളം സ്നേഹിക്കുന്നെന്നും ഒരു അറിഞ്ഞിട്ട് പോലും വേർകൃത്യം കാണിക്കാതെ യേശു സ്നേഹിപ്പാട്ടിടയാത്തിരുന്നു. അവന് മടങ്ങി വരുവാനുള്ള സാവകാശം കൊടുത്തിരുന്നു. അവന് മനം തിരിയാനുള്ള സാവകാശം കൊടുത്തിരുന്നു. പക്ഷേ വചനത്തിൽ നിവൃത്തി വരുവാൻ വേണ്ടി അവൻ ഹൃദയക്കഠിനായി തീർന്നു. അവന് മടങ്ങി വരുവാൻ കഴിയാതായി പോയി. അവൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പോകാത്ത വിധത്തിൽ അവൻ അത്രമാത്രം പൈശാചിക പിടിയിലായി തീരുവാനായിരുന്നു. കഥാവത പറയുന്നത്, എൻ്റെ അപ്പം തിന്നവനും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഞാൻ അറിയുന്നത്, എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവഴുത്തിന് നിവർത്തി വന്നു. എൻ്റെ മൂളിൽ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചവനും എൻ്റെ പ്രാണസ്നേഹിതനുമായ എന്ന വാക്യം യേശു അങ്ങ് മാറ്റാൻ കാരണം, യേശുവിന് അവനെ ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോൾ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അവനെ പ്രാണന് തുല്യമായി യേശു സ്നേഹിച്ചിരുന്നു. എന്നാൽ ഈ അന്ത്യ സമയത്ത് അവസാനം വരെ സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെക്കുറിച്ച് യേശു പറയാണ്, എനിക്ക് ഇവനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. ഞാൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചവനാ, എൻ്റെ അപ്പം തിന്നുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ അന്ത്യ അധ്യായത്തിലുള്ള ബന്ധത്തിൽ യേശുവിനോട് കൂടെ അപ്പം തിന്നുന്നവൻ, അവൻ കഴിച്ചിട്ട് അതിൽ ഓഹരിക്കാനായി പോയിട്ട് അവൻ യേശുവിനെ എതിരെ കുതികാൽ ഉയർത്തി ഒറ്റിക്കൊടുക്കുന്നവനായി അവൻ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നിവർത്തിയിരിക്കാൻ പോകുന്ന കഥ പറഞ്ഞു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാനിപ്പോൾ അത് സംഭവിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ സങ്കീർത്തനങ്ങൾ 49-ാം അധ്യായം 9-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുള്ളതാ. ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് സംഭവിച്ചൊക്കെ അവർ കണ്ടു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയ്ക്ക് അവസാനം സംഭവിച്ചത് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത ശേഷമായി തലകീഴായി അവൻ കെട്ടിഞ്ഞാണ് ചത്ത് അവൻ താഴെ വീണ് അവൻ്റെ ഉടലെല്ലാം തുടിച്ചുപോയി. അവർക്കത് മനസ്സിലായി കർത്താവെന്ന് പറഞ്ഞത് സംഭവിച്ചു എന്ന്. അപ്പോൾ മെശിഹ ആകുന്നു എന്നുള്ളത് യേശുവിൽ നിവൃത്തിയിരിക്കപ്പെടേണ്ട എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയിരിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന മുമ്പായി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവർക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. കർത്താവ് ചെയ്ത ശുശ്രൂഷ എന്താണെന്നുള്ളത് പത്രോസിന് മനസ്സിലായില്ല. യേശു കാല് കഴിയപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞതും, എല്ലാവരെയും ഞാൻ ഇപ്പോൾ എല്ലാവരും എനിക്കുള്ളവരല്ല എന്നുള്ളതും കർത്താവിടെ വെളിപ്പെടുത്തി. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുത്തവരെ എല്ലാവരെയും ഞാൻ അറിയുന്നു. പക്ഷേ എൻ്റെ കൂടെ പങ്കാളിയില്ലാത്ത ഒരുവൻ, എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നുള്ള തിരുവഴുത്തിന് നിവൃത്തി വേണ്ടതാകുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഞാനിപ്പോൾ അതിനാൽ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. കഥ പറയാണ്, അവൻ ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. കഥ പറഞ്ഞു, നിങ്ങളെ ഞാൻ അഭിഷേകം ചെയ്ത് അയക്കാൻ പോവുകയാണ്. അതിനർത്ഥം കർത്താവരെ അയക്കാൻ പോവുകയാണ്. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പോൾ കർത്താവ് പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവൻ താഴ്മയുള്ളവനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അതേ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്തുകൊണ്ട്
കർത്താവ് പറഞ്ഞു, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. അയക്കുന്ന ദൂതൻ അയച്ചവനേക്കാൾ വലിയവനല്ല, യജമാനനേക്കാൾ ദാസൻ വലിയവനല്ല, ദൂതൻ അയച്ചവനേക്കാൾ വലിയവനുമല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എന്നെ കൈക്കൊള്ളുന്നവൻ ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് ആ ശുശ്രൂഷ നമ്മൾ തന്നിരിക്കുകയാണ്. പിതാവാം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവനെ കൈക്കൊള്ളുവാൻ, അവരുടെ നാമത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാനും നിങ്ങളെ അയക്കുകയാണ്. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പൊ അതെ, ഇന്ന് രാത്രിയിൽ നാം ക്രിസ്തുവിനെ കൈക്കൊണ്ടതുകൊണ്ട് നാം ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് പിതാവാം ദൈവം നമ്മെ കൈക്കൊള്ളുന്നുണ്ട്, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നാം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൽ നാം കൈക്കൊള്ളുകയാണ്. ദൈവത്തിന്റെ വചനത്താൽ നാം കൈക്കൊണ്ടു. അതുപോലെ കർത്താവ് നമ്മെ അയക്കുന്ന സ്ഥലങ്ങളിൽ നാം ദൈവത്തിന്റെ പ്രതിനിധികളായിട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മളെ തള്ളിക്കളഞ്ഞാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അത് യേശുവിനോട് കൂടെ നിന്ന യൂദ അവനെതിരെ കുതികാലം ഉയർത്തിയെങ്കിൽ ഈ രാത്രി ഇത് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കാം. പക്ഷേ നാം കർത്താവിനാൽ അയക്കപ്പെട്ടവരായി അവൻ ചെയ്ത് ശുശ്രൂഷ ചെയ്യുവാൻ, അവൻ കാണിച്ച മാതൃക പ്രകാരമായി തരുവാൻ നാം ഒരിക്കലും യൂദയെപ്പോലെ അല്ല, കുതികാലം ഉയർത്തുന്നവരായിട്ടല്ല, ഒരു പ്രസ്ഥാനത്തിനെതിരെയോ സഭയ്ക്കെതിരെയോ ദൈവമക്കൾക്കെതിരെയോ ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെയോ കുതികാലം ഉയർത്തുന്നവരായിട്ടല്ല. ദിവസങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ദൈവത്തിന് നമുക്ക് വിനയപ്പെടാം. അതുപോലെ കർത്താവെ, ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുകയാണ്. നീ കാണിച്ച മാതൃക പ്രകാരം ജീവിപ്പാൻ ഞാൻ കൃപ നൽകണമേ. ദിവസങ്ങളിൽ ഞങ്ങളെ അയക്കണമേ. നിന്റെ നാമത്തിൽ ഞങ്ങളെ അയച്ചാൽ നിന്നെ ആണല്ലോ കൈക്കൊള്ളുന്നത്. ഞങ്ങളെ കൈക്കൊള്ളുന്നവർ അങ്ങയെ കൈക്കൊള്ളുന്നു, അങ്ങയെ കൈക്കൊള്ളുന്നവർ പിതാവാം ദൈവത്തെ കൈക്കൊള്ളുന്നല്ലോ. അപ്പോൾ സ്വർഗത്തെ കൈക്കൊള്ളുന്ന ശുശ്രൂഷകന്മാരാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെ ആക്കി കണ്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രി നമുക്ക് പറയാം, കർത്താവെ, അങ്ങ് എത്രയോ വലിയവനാണ്, അങ്ങ് എത്രയോ സ്നേഹമുള്ളവനാണ്, അവസാനത്തോളം സ്നേഹിച്ച ദൈവമാണ്. അതെ, ആ യൂദയെ പോലും യേശു സ്നേഹിച്ചു, അവന്റെ കാല് പോലും യേശു കഴുകി. എന്നാൽ അവന് ഓഹരി ആയിത്തീരുവാൻ കഴിഞ്ഞില്ല. അവൻ ആ ശുദ്ധീകരണം പ്രാപിക്കാതെ അവന്റെ ഹൃദയത്തിൽ അത് കഠിനമായതുകൊണ്ട് കർത്താവ് ചെയ്ത ശുശ്രൂഷയുടെ അർത്ഥം അവന് മനസ്സാകാൻ കഴിയാതെ പോയി. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ആ ദൈവകൃപ ലഭിച്ചല്ലോ. പത്രോസ് പറഞ്ഞത്, നിന്നോട് എനിക്ക് പങ്കുണ്ടാകുവാൻ, പൂർണ്ണമായ പങ്കുണ്ടാകുവാൻ എൻ്റെ കൈയും തലയും കൂടി കഴുകണമേ. അതെ, സമ്പൂർണമായ ഒരു കഴുകലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ രാത്രി നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ പാകപ്പിഴകളെയും കഴുകി എന്നെ ശുദ്ധമാക്കണമേ. അങ്ങനെ കഴുകി എപ്പോഴും അങ്ങയുടെ കൂടെ പങ്കാളിത്തമുള്ളവരായി തരുവാൻ, അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അഭിനയമല്ല, യാഥാർത്ഥ്യമാകണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരിക്കലും അഭിനയമാകാൻ പാടില്ല. മറ്റുള്ള മുമ്പിൽ താഴ്മ കാണിച്ചതുകൊണ്ടോ ചില വിനയവാക്കുകൾ പറഞ്ഞതുകൊണ്ടോ അല്ല. കഥാനറിയാം, ഒരുപക്ഷെ യൂദ ഏറ്റവും അധികം വിനയം കാണിച്ചു കാണും. അവൻ ഏറ്റവും അധികം ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ അവൻ ഇടപെട്ടിട്ടുണ്ട്. അവിടെ വന്ന് ഇരിക്കുമ്പോൾ ആർക്കും അവനെ മനസ്സിലായില്ല. എന്നാൽ അവൻ നേരത്തെ 30 വെള്ളിക്കാശ് വാങ്ങി കൈവച്ചിട്ട് അവൻ വന്നിരിക്കുമ്പോൾ അവനൊരു പകർച്ച വ്യത്യാസമില്ലായിരുന്നു. അവൻ മറ്റുള്ളവരെ പോലെ തന്നെ, എല്ലാവരെ പോലെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് അവനെ കണ്ടുപിടിക്കാൻ കഴിയാത്തവനായിരുന്നു. അവൻ താഴ്മയുള്ള അവൻ കാണിച്ചു കൊടുത്തു, അഭിനയിച്ചു. പക്ഷേ അഭിനയിച്ചാൽ യേശുവിന് മനസ്സിലാകും. രാത്രി ക്രിസ്തു വിശ്വാസം അഭിനയമായി തീരാതെ യഥാർത്ഥമായി തീരുവാൻ നമ്മുടെ കുറവുകളെ ദൈവസേറ്റ് പറയാം. കർത്താവേ, എനിക്കാകേണ്ടതുപോലെ ആകുവാൻ കഴിഞ്ഞിട്ടില്ല. യൂദ എന്നവിടെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു, അവൻ താഴ്മയുള്ളവനായി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല യൂദ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നു. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്നവൻ അറിയാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ നാം അഭിനയിക്കുന്നവരായിട്ടല്ല, ജീവിക്കുന്നവരായി തീരുവാൻ, ക്രിസ്തുയേശുവിന്റെ വചനത്താൽ ജീവിതം കഴുകപ്പെട്ടവരായി തീരുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കാം. വചനങ്ങളെ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം വെച്ചാൽ വരുന്ന ആഴ്ചയിൽ വീണ്ടും കൂടി വരാം. അതുവരെയും കർത്താവ് ഒരു താമസമെങ്കിൽ വരുന്നവരെയും കർത്താവിന്റെ വരവിനായി കാത്തിരിക്കാം. അതിലേക്ക് വീണ്ടും കാണാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.